നമസ്കാരം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണുള്ളത്. ഞങ്ങൾ ഇന്ന് ഒഡീഷ വഴി ഛത്തീസ്ഗഡിലെ റായ്പൂരിലേക്ക് ഒരു യാത്ര പോവുകയാണ്. വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 9:20 ഹസ്രത്ത് നിസാമുദ്ദീൻ സമത എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. രാവിലെ 7:20 ആയതേ ഉള്ളൂ. നമ്മളെ ട്രെയിൻ പുറപ്പെടാൻ ഒരു 2 മണിക്കൂർ കൂടി ഇല്ല. ആ സമയം ചെലവഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് ഇത് പറഞ്ഞ റോഡിന്റെ ഭാഗത്തേക്കൊക്കെ ഇറങ്ങിയാണ്. രാവിലെ ഉണ്ടല്ലോ നമ്മൾ വിശാഖപട്ടണത്തിൽ ഈ ഒരു വഴി നടക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഇത് നേരെ RK ബീച്ച് ഭാഗത്തേക്കൊക്കെ പോകുന്ന അടിപൊളി വഴിയാണ്. APSRTC ഒക്കെ അതാ നമ്മുടെ തൊട്ട് മുന്നിൽ. ഇത് ഇവിടെയൊക്കെ ഉണ്ട്. RK ബീച്ചിലേക്ക് പോകേണ്ട ബസ് നമ്പർ വരുന്നത് 28 ഈ കാണുന്ന ഒരു വഴിയണ്ട. തൊട്ട് മുന്നിൽ തന്നെ വലിയൊരു മലനിരയാണ്. നല്ല അടിപൊളി വഴി. നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്തേക്കാണ്. തൊട്ട് മുന്നിൽ ഇതാ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ, APSRTC. നമ്മുടെ ഫ്ലാഗ് ഒക്കെ വരുന്നത് ഇവിടെയാണ്. പിന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ബസ് സ്റ്റോപ്പ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഭാഗത്തേക്കുള്ള ബസ് കിട്ടും. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ തന്നെ ഓട്ടോറിക്ഷകളും ഉണ്ട്. ബസ് ബേ, വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ ഈ ഒരു ഗേറ്റ് വഴി കോമ്പൗണ്ടിൻ്റെ അകത്തോട്ട് കയറാം. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോണിൻ്റെ കീഴിലാണ് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ ഒരു പഴയ ഒരു ലോക്കോമോട്ടീവും ഒരു കോച്ചും കൂടി ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. വിശാഖപട്ടണം നമുക്ക് ഈ ഒരു ഗേറ്റ് നമ്പർ 1 വഴി തന്നെ കയറാം. പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിങ് ഇവിടുന്ന് തുടങ്ങി ഇങ്ങിതാ ഇങ്ങനെ പോയി 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 അങ്ങ് അവിടം വരെയുണ്ട്. ഗേറ്റ് നമ്പർ 2 ഉണ്ട്. ആണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മെയിൻ ഭാഗം. ഇവിടെ റിട്ടയർ റൂമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ. പിന്നെ റെൻറ്റ് കാറിനൊക്കെ ഉണ്ട്. പിന്നെ അവിടെ തന്നെ ബൈക്ക് ആൻഡ് കാർ റെൻ്റൽ എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് റെൻ്റ് എടുത്തിട്ടൊക്കെ പോവാം നമുക്ക് പല സ്ഥലത്തേക്കും. ഇനിയിപ്പം ഈ ഒരു വഴി അകത്തോട്ട് കയറാം. പിന്നെ ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ ഉണ്ട്, ഗരീബ് രാത്ത് എക്സ്പ്രസ്. അത് നമുക്ക് കാണാം. ഫോണൊക്കെ അടിച്ചിട്ട് ഇതാ ഇവൻ ഇവിടുന്ന് പോവുകയാണ്. ഇനി ഈ ഒരു ലോക്കോമോട്ടീവ് ഒന്നും അധിക നാളുണ്ടാവില്ല. ഡീസൽ ലോക്കോമോട്ടീവ്. സിക്കന്ദരാബാദ് വിശാഖപട്ടണം ഗരീബ് രത്ത് എക്സ്പ്രസ്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഈ ഒരു ലിവറി അല്ലേ കാണാൻ നല്ല ലുക്ക്. ഇപ്പം എല്ലാ ഗരീബ് രത്ത് എക്സ്പ്രസും LHPയിലേക്ക് മാറി ആ ഒരു ചുവപ്പ് കളറാണല്ലോ. ശരിക്കും ഈ ഒരു പച്ച കളറല്ലേ വേണ്ടത്. ആ ഒരു LHPക്ക് തന്നെ പച്ച ലിവറി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊരു ഭംഗിയായാലും. ആ ഒരു ഇനിയിപ്പോൾ ഇതൊക്കെ ഓർമ്മകൾ തന്നെ. കാരണം ഇതും ഉടനെ തന്നെ LHP ആവും. ഇവിടെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിൽ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നതേ ഉള്ളൂ. നമ്മുടെ ട്രെയിൻ വഴിയൊന്നും വരില്ല. ധൻബാദ് ആലപ്പി എക്സ്പ്രസ് നാളെ വൈകുന്നേരം മാത്രമേ ആലപ്പുഴയിൽ എത്തുള്ളൂ. സ്ലീപ്പറൊക്കെ അൺറിസർവ്ഡ് തന്നെയാണ്, ജനറൽ തന്നെയാണ്. പിന്നെ ഇവിടെ പഴയൊക്കെ വെച്ചിട്ടുണ്ട്. സ്ലീപ്പറും ജനറലും എല്ലാം ഒന്ന് തന്നെയാണ് ഈ ഒരു ട്രെയിനിൽ. നമ്മൾ ധൻബാദിൽ നിന്ന് ആലപ്പുഴ വരെ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ മിക്കവാറും 4-5 ആയിരിക്കും മിക്കവാറും പ്ലാറ്റ്ഫോം, അറിയില്ല, നോക്കി തന്നെ കാണാം. ട്രെയിൻ നമ്പർ 12807 വിശാഖപട്ടണം ഹസ്രത്ത് നിസാമുദ്ദീൻ സമത എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 8 ഇതാ കടന്നു വരികയാണ്. ബ്രേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയായിരുന്നു. സമയം ഇപ്പോൾ 8:33 ഇപ്പോഴാണ് വണ്ടി വരുന്നത്. ഞങ്ങളിന്ന് റായ്പൂർ വരെ ട്രാവൽ ചെയ്യുന്ന കോച്ച് സ്ലീപ്പറാണ്, S1. നമുക്കിനിപ്പോൾ നമ്മുടെ കോച്ചിൻ്റെ ഭാഗത്തോട്ട് തന്നെ പോവാം. നമ്മളിവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടായതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നതേ ഉള്ളൂ. കോച്ചിൻ്റെ ആ ഒരു പൊസിഷനൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ മുഴുവനും AC ആണ്. ഇത് S6. ഇതിൽ 6 സ്ലീപ്പർ മാത്രമേ ഉള്ളൂ. നമ്മുടെ S1 ഉള്ളതുണ്ടല്ലോ ഈ ഒരു പാൻട്രീൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു B6ൻ്റെയും നടുക്ക് ഇതാണ് നമ്മുടെ S1. നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത് 12807 സമത എക്സ്പ്രസ്. മറ്റേത് സ്വർണ്ണ ജയന്തി എക്സ്പ്രസ് ആണ്. വിശാഖപട്ടണം
ഹസ്രത്ത് നിസാമുദ്ദീൻ. അതിൽ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് മധുരയിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക്. ഇല്ല, ലോക്കാണ്, തുറന്നിട്ടില്ല. അപ്പുറത്തേക്കൂടെ കയറി വാന്നാവേ, അതിലൂടെ കയറി വാ. നമ്മുടെ കോച്ചിലോട്ട് കയറിയിരിക്കുകയാണ്. ബർത്ത് വരുന്ന ഇവിടെ ഒന്നുമല്ല, അങ്ങറ്റത്ത്. അത് ഇവിടെ തന്നെ 69, 70. ഈ ഒരു അപ്പറും ഈ ഒരു മിഡിലാണ് നമുക്ക് റായ്പൂർ വരെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ ചാർജ് സോക്കറ്റ് ഇവിടെയുണ്ട്, നല്ലൊരു മിറർ ഉണ്ട്. പിന്നെ ടേബിളൊന്നുമില്ല. സൈഡ് ലോവറിന്റെ ഇവിടത്തേക്ക് വന്നാൽ അവിടെയാണ് ചാർജിങ് സോക്കറ്റ് വരുന്നത്, അപ്പറിന്റെ അവിടെ ഇല്ല. പകൽ യാത്രയല്ലേ, അതുകൊണ്ട് സൈഡ് ലോവർ സൈഡ് അപ്പർ ഓപ്ഷൻ കൊടുത്തതാണ്. പക്ഷെ ഞങ്ങൾക്ക് സൈഡ് അപ്പർ പോലും കിട്ടിയില്ല. പകരം കിട്ടിയത് ഒരു അപ്പറും ഒരു മിഡിലും. എങ്ങനെ വന്നാലും സൈഡിൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മിഡിൽ തന്നെ ആയിരിക്കും. അത് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അല്ല അതിൽ വേറൊരു കാര്യമുണ്ട്. കാരണം ഇത് ദീർഘദൂര വണ്ടിയും കൂടെ അല്ലേ. കാരണം എന്തായാലും ഇതിൽ RAC കൂടുതലായിട്ടുണ്ടാവും ഡൽഹിയിലേക്ക്. അതെ, സൈഡിൽ ഓവർ എപ്പോഴും RACക്ക് വേണ്ടിയിട്ട് ഒരു പ്രിഫർ കൊടുക്കുന്ന ഒരു വിഭാഗമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് 325 രൂപയാണ് റായ്പൂർ വരെയായ സ്ലീപ്പറിന്റെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കോ പാസഞ്ചറെല്ലാം വരുന്നത് റായ്പൂരൊക്കെ നമ്മൾ ചാർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മിഡിൽ കിട്ടിയ സമയത്ത് മനു പകലെന്തായാലും എനിക്ക് ഇവിടെ എന്തായാലും താഴെ വന്നിരിക്കേണ്ടി വരും. പൊക്കി വെക്കാനുള്ള അവകാശമില്ല. പിന്നെ നമുക്ക് രണ്ടാക്കും ഈ ഒരു അപ്പർ മതി, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു അപ്പർ നോക്കിയ സമയത്ത്, ചാർട്ട് നോക്കിയ സമയത്ത് റായ്പൂർ തന്നെയാണ് കണ്ടത്. ഛത്തീസ്ഗഡിലേക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി ട്രെയിനാണ് കേട്ടോ ഇത്. വിശാഖപട്ടണം കോർബ എക്സ്പ്രസ്. ഇത് രാത്രിക്കാണ് ഇവിടുന്ന് പുറപ്പെടുക. ഞങ്ങളിതിന് വിശാഖപട്ടണം നിന്ന് കോർബ വരെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റായ്പൂരിൽ നിന്ന് വിശാഖപട്ടണം വരെയും ഞങ്ങൾ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്ലീപ്പറിലൊക്കെ ട്രാവൽ ചെയ്യാം കേട്ടോ. നല്ലൊരു അടിപൊളി വണ്ടിയായിരുന്നു. ഞങ്ങളിവിടെ റെയിൽവേ സ്റ്റേഷൻ തന്നെ രാവിലെ കഴിക്കേണ്ട ഫുഡ് വാങ്ങിച്ചിരിക്കുകയാണ്. ഇഡ്ഡലി വടയാണ് വാങ്ങിച്ചത്. ഒരു സെറ്റിന് 70 രൂപയായി. 2 ഇഡ്ഡലി ഉണ്ട്, ഒരു വടയുണ്ട്. ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് തുറക്കണതിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല പാക്കിംഗ് ആണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഇതാണ് നമ്മുടെ ഇഡ്ഡലി വട. 2 ഇഡ്ഡലിയും ഒരു വടയും തന്നെ. നല്ല ചൂടുണ്ട് തുറക്കുമ്പോൾ തന്നെ. മിക്കവാറും ഇത് സാമ്പാർ തന്നെ ആവാനായിരിക്കും ചാൻസ്. നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് വരുന്നത് WP7 ആണ്. ഇത് കപ്പിളൊക്കെ ചെയ്തു. അതുപോലെ നമ്മുടെ ട്രെയിനിൻ്റെ ആ ഒരു പേരൊക്കെ ഇതാണ്. വണ്ടി പുറപ്പെടാൻ ഇനി ഒരു 20 മിനിറ്റും കൂടി ഉണ്ട്. దయచేసి వినండి. 1, 2, 8, 0, 7 విశాఖపట్నం నిజాముద్దీన్ సమత సూపర్ ఫాస్ట్ ఎక్స్ప్రెస్ 8వ నంబరు ప్లాట్ఫామ్ పై ఉన్నది. यात्रीगण कृपया ध्यान दें. गाड़ी संख्या 1, 2, 8, 0, 7 विशाखापट्टनम निजामुद्दीन समता सुपरफास्ट एक्सप्रेस प्लेटफॉर्म नंबर 8 पर खड़ी है. വിശാഖപട്ടണത്ത് നിന്ന് 9:20 എടുക്കേണ്ട ട്രെയിൻ 9:26 എടുത്തത്. ചെയിൻ വലിച്ചു. ഇതിന് 10 മിനിറ്റ് എടുക്കുള്ളൂ. ചെയിൻ പുള്ളി ഏതോ ഒരു കോച്ചിൽ വലിച്ചിട്ടുണ്ട്. ഇവിടെ വിശാഖപട്ടണത്ത് ടോട്ടൽ 8 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനോട് ഇവിടെ ഒന്നാം നമ്പറൊക്കെ വരുന്നത് അങ്ങ് അവിടെയാണ്. ഈ ഒരു വിശാഖപട്ടണത്ത് കടൽ തീരമുണ്ട്, അതുപോലെ തന്നെ മലനിരകളും ഉണ്ട്. എല്ലാം നിറഞ്ഞതാണ് ഈ ഒരു വിശാഖപട്ടണം. വിശാഖപട്ടണം ഇലക്ട്രിക് ലോക്കോ ഷെഡാണ് ഈ കാണുന്നത്. കല്ലാഗുഡ. ആ ഒരു മലയുടെ ചെരുവിൽ ഒരു ചെറിയൊരു പട്ടണം കാണാം. അടുത്ത സ്റ്റോപ്പിനുള്ളത് സിംഹാചലം. ട്രെയിൻ ഇപ്പോൾ സിംഹാചലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അനൗൺസ്മെന്റ്. പിന്നെ നമ്മുടെ ഈ ഒരു സ്ലീപ്പർ ക്ലാസ്സിൽ അൺറിസർവ്ഡ് ടിക്കറ്റുകാരൊക്കെ കയറുമോ നമുക്ക് നോക്കാം. ഇതുവരെ വലിയ പ്രശ്നമൊന്നുമില്ല. വന്നിട്ട് 10 കിലോമീറ്ററല്ലേ വന്നുള്ളൂ. ഇനി ഒരുപാട് പോകാനുണ്ടല്ലോ, നോക്കാം നമുക്ക്.
ട്രെയിൻ ഇപ്പോൾ വിജയനഗരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിന് 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ ഇംഗ്ലീഷിൽ വിജയനഗരം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ജംഗ്ഷൻ വരാൻ കാരണം 3 ലൈനുകളുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ വന്ന വിശാഖപട്ടണം ലൈൻ, മറ്റൊന്ന് ഭുവനേശ്വർ ലൈൻ, ഇപ്പം നമ്മളിനി പോകുന്ന റായഗുഡ ലൈൻ. വിജയനഗരത്താണ് ഈ ജനറൽ ടിക്കറ്റുകാരെല്ലാം കൂട്ടത്തോടെ കയറുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ മിഡിലാണല്ലോ, മിഡിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ വെച്ച് പകൽ കിടക്കാൻ പറ്റില്ല. ജനറൽ ടിക്കറ്റുകാരെല്ലാം വന്നിട്ട് ലോവർ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോറിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന നോക്കുകയാണെങ്കിൽ മൊത്തമാണ് അവർ അവിടെയും ഉണ്ട്. സമയം 11:37 പാർവതീപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇതാ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റ് ഉണ്ടായിരുന്നു സ്റ്റോപ്പ്. ഇത്ര നേരം ഇവിടത്തേക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം മുഴുവനും ഈ ഒരു ഡോറിൻ്റെ ഒരു ഭാഗത്തെല്ലാം അൺറിസർവ്ഡ് ടിക്കറ്റുകാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി അടുത്തൊരു സ്റ്റേഷൻ പാർവതീപുരം ടൗൺ, 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. പാർവതീപുരം ടൗൺ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയും സ്റ്റോപ്പുണ്ട്. ഈ ട്രെയിനിൻ്റെ ആന്ധ്രാപ്രദേശിലെ അവസാന സ്റ്റോപ്പാണിത്. അടുത്തത് നമ്മൾ ഒഡീഷയിലേക്ക് കയറും. ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച കണ്ട മുഴുവനും കൃഷിപ്പാടങ്ങളാണ്. നല്ല വ്യൂ അല്ലേ? അങ്ങ് അവിടെയൊക്കെ നല്ല മലനിരകളാണ്. അവിടെ തന്നെ പട്ടണമൊക്കെ കാണാം നമുക്ക്, ആ ഒരു പാർവതീപുരത്തിൻ്റെ. മലനിരകളാണ്. ട്രെയിൻ ഇപ്പോഴും 125 km/h സ്പീഡിലാണ് പോകുന്നത്. ട്രെയിൻ ഇപ്പോൾ ഒഡീഷയിലേക്ക് കയറിയിരിക്കുകയാണ്. ലഡ്ഡ എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷനിലെത്തി. ആ മുകളിൽ കാണുന്നതാണ് ഒഡിയ ഭാഷ. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, പക്ഷെ സിഗ്നലുകാരനെ നിർത്തി. ഇതാ വണ്ടി ഹോൺ അടിച്ചു. ഇനി റായഗഡയിലേക്ക് ഒരു 8 കിലോമീറ്റർ കൂടെ ഉണ്ടാവുള്ളൂ. സമയം 12:15. റായഗഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒഡീഷയിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ്. റായഗഡ റെയിൽവേ സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു റായഗഡ റെയിൽവേ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോം നമ്പർ 5 നമ്മുടെ വണ്ടി വന്നത്. ഇവിടെ 5 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. ഇത് ഹൗറയിൽ നിന്ന് വരുന്നൊരു വണ്ടിയാണ്. അത്യാവശ്യത്തിന് വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ. നേരത്തെ ഇവിടെ ഒരു ഹൗറ വണ്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അത് നമ്മളെ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് പോയി. ഇങ്ങോട്ടേക്ക് ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. എന്തായാലും ഒരു 10 മിനിറ്റ് കഴിയും വണ്ടി എടുക്കണമെങ്കിൽ. ഈ ഒരു റായഗഡ ഭാഗത്ത് മുഴുവനും മലനിരകളാണ്. ഇതിനൊക്കെ എന്തൊരു ഹൈറ്റ് ഉണ്ടെന്നറിയോ? നല്ല പച്ചപ്പ്. കൂടുതലും ഗുഡ്സ് ട്രെയിനാണ് ഈ ഒരു റൂട്ടിൽ. ഒരു സ്റ്റേഷൻ എത്തിയല്ലോ. സമയം 1:30. മുനിഗുഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നമ്മുടെ ട്രെയിൻ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്തേക്കുള്ള നല്ല മലനിരകളാണ്. അത് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഇപ്പുറത്തെ സൈഡ് നോക്കാം. ഈ ഒരു മുൻഭാഗത്തേക്കുണ്ട്, അതുപോലെ തന്നെ തൊട്ട് ഇവിടെ തന്നെ ഇവിടെയുണ്ട്. ഈ ഒരു റൂട്ടും ഏകദേശം സെയിം തന്നെയാണ്. നല്ല മലനിരകളാൽ എന്താ പറയുക
ഉള്ള ഒരു കിടല റൂട്ടാണ്. അതെ, മഴക്കാലം കൂടി ആയതുകൊണ്ട് നല്ല അടിപൊളി റൂട്ടാണ്. പക്ഷെ വലിയ മഴയൊന്നും പെയ്യുന്നില്ല, ഇങ്ങനെ മൂടപ്പെട്ട ഒരു അന്തരീക്ഷമാണ്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ സമത എക്സ്പ്രസിന് വേറൊരു പേര് കൂടി ഉണ്ട്, വൈസാഖ് സ്റ്റീൽ സമത എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അനൗൺസ്മെന്റ് അങ്ങനെയൊന്നും പറഞ്ഞില്ല, നമ്മുടെ ഒരു പഴയൊരു പേരുണ്ടല്ലോ. സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കാണുന്ന ഒരു കാഴ്ച ഇതാണ്. ഇനി അടുത്ത സ്റ്റേഷൻ ഇപ്പോഴില്ല, കുറച്ച് ഓടാനുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ബ്രെഡ് ഉണ്ട്, അതുപോലെ തന്നെ കേക്ക് ഉണ്ട്, പിന്നെ ഇതിൽ പാൻട്രൊക്കെ ഉണ്ട്. ഞങ്ങൾ പാൻട്രി ഫുഡൊക്കെ ഓൾറെഡി ഈ ഒരു യാത്രയിൽ ഒഴിവാക്കിയതാണ്. മാത്രമല്ല സ്റ്റേഷനിലും പുറത്ത് വേറെ ഫുഡൊന്നുമില്ല, എല്ലാവരും ഇതേപോലത്തെ ഫുഡൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കിത് കഴിക്കാം ഉച്ചയ്ക്ക്. റായ്പുരത്തിൽ നല്ല വേറെ ഫുഡ് കഴിക്കും, അത് വേറെ കാര്യം. പിന്നെ ഉച്ചയ്ക്കിൽ എന്തെങ്കിലും ബജ്ജിയോ അങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതും വാങ്ങിച്ച് കഴിക്കാം. സമയം കറക്റ്റ് 2:40. കേസിംഗ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേസിംഗ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ്. അത് നമ്മളെ വണ്ടി ഇവിടെ നിന്നിട്ടുണ്ട്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് വർക്കുകളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ കുറച്ച് മുന്നേ നമ്മുടെ ടാറ്റാ നഗർ എറണാകുളം എക്സ്പ്രസ് ഒക്കെ കടന്നു പോയിട്ടുണ്ടായിട്ടാണ്. നല്ല സ്പീഡ് കാരണമായിരുന്നു അത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. അതും ഇതും സെയിം റൂട്ട് തന്നെയാണ്. അത് ചിത്രാഗഡ് എന്ന് പറഞ്ഞ സ്ഥലം അടുത്ത് വരാൻ വന്നത്, അവിടെ നിന്നാണ് അത് വേറെ റൂട്ടിലേക്ക് പോകുന്നത്. അതെ. സമയം 2:50. തിത്ലാഗഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിത്ലാഗഡ് ജംഗ്ഷൻ, ഇവിടെ നമ്മുടെ ട്രെയിന് 10 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. എനിക്ക് തോന്നുന്നു ഈ ഒരു റൂട്ടിൽ ഏറ്റവും കൂടുതൽ നിർത്തുന്ന ഒരു സ്ഥലം, ഒരു റെയിൽവേ സ്റ്റേഷൻ ഈ വണ്ടിക്ക് ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഇത് ജംഗ്ഷൻ വരാൻ കാരണം നമ്മളിപ്പോൾ വന്ന വിശാഖപട്ടണം വരും അവിടുന്ന് വന്ന റൂട്ട്, പിന്നെ അതുപോലെ നമ്മൾ പോകുന്ന റായ്പൂർ റൂട്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ബലാംഗീർ സാമ്പൽപൂർ വേറൊരു റൂട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ജംഗ്ഷൻ ആയത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ ടാറ്റാ നഗർ എറണാകുളം വണ്ടി, അതും നമ്മുടെ ദാർത്തിയാബ ഹട്ടി എന്ന് പറയുന്ന എറണാകുളം പോകുന്ന ദാർത്തിയാബയും, അതുപോലെ തന്നെ നമ്മുടെ ധൻബാദ് ആലപ്പുഴ വണ്ടിയൊക്കെ പോകുന്നത് ഇവിടുന്ന് സാമ്പൽപൂർ റൂട്ടിലേക്കാണ്. അതെ, അങ്ങനെ ഇവിടുന്ന് നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. എൻ്റെ അമ്മ ഒരു പടയനുണ്ടല്ലോ. ഇവിടെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വന്നത്. ചരിത്രപരമായിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ ഈ ഒരു തിത്ലാഗഡിലുണ്ട് കേട്ടോ. ഒഡിയ ഭാഷ ശരിക്കും പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല. ട്രെയിൻ ഇപ്പോൾ ഗരിയാർ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ട്രെയിനിൻ്റെ ഒഡീഷയിലെ അവസാന സ്റ്റോപ്പാണിത്. ഇനി അടുത്തത് നമ്മൾ ഛത്തീസ്ഗഡിലോട്ട് കയറും. ഇവിടെ 2 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. ഈ ഒരു ഒഡിയ ഭാഷ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാലേ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ അനൗൺസ്മെന്റ് കേൾക്കുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കേൾക്കുമ്പോൾ നമുക്ക് ഭാഷേൻ്റെ ഒരു കടുപ്പം മനസ്സിലാവും. അതുകൊണ്ട് എഴുതിയതും ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങൾക്കുണ്ടല്ലോ ശരിക്കും പറഞ്ഞാല് ഒഡിയ ഇത് എന്തെങ്കിലും ഒരു സെന്റൻസ് മനസ്സിലാവണ്ടേ അല്ലേ? ഒടിയാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം കന്നഡ, തമിഴൊക്കെ അത്യാവശ്യം അറിയാം. മനുവിനും കുറച്ച് തമിഴൊക്കെ അറിയാം. പക്ഷെ തെലുങ്ക് ഇത് വായിക്കാനൊക്കെ അറിയാം. പക്ഷെ അതും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒഡിയ ഒന്നും അറിയില്ല. ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ് ഞങ്ങളിതാ ഛത്തീസ്ഗഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ ബാഗ് ബഹ്റ. സമയം 5:07.
ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം വരുന്നത്. അങ്ങനെ ഛത്തീസ്ഗഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇനിയിപ്പം റായ്പൂർ എത്തുന്നതിന് മുന്നേ ഒരു സ്റ്റേഷനും കൂടി ഉണ്ട്. സമയം ഇപ്പോൾ 5:32. മഹാസമുന്ദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അണ്ടർഗ്രൗണ്ടിലൊക്കെ കയറാൻ നല്ല തിരക്കുണ്ട്. മഹാസമുന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അടുത്തതാണ് നമുക്ക് ഇറങ്ങാനുള്ള റായ്പൂര്. ഇവിടുന്ന് 53 കിലോമീറ്റർ ഉണ്ട് പോകാൻ. അതുപോലെ തന്നെ നമ്മുടെ സമുദായ എക്സ്പ്രസിന്റെ കാര്യം പറയുകയാണെങ്കിൽ വിശാഖപട്ടണം ആശ്രം നിസാമുദ്ദീനിലേക്ക് 2 ട്രെയിനുണ്ട്. അതായത് റേക്ക് ഷെയറിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മുടെ സ്വർണ്ണ ജയന്തിയായിട്ട്. അത് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയാണ് വിശാഖപട്ടണത്തിൽ നിന്ന് രാവിലെ 8:20 പുറപ്പെടുന്നത്. ആ ട്രെയിൻ ഓടാത്ത ബാക്കി 5 ദിവസങ്ങളുണ്ടല്ലോ. ആ 5 ദിവസങ്ങളാണ് നമ്മുടെ സമുദായ എക്സ്പ്രസ് ഓടുന്നത്. ഇത് 9:20 1 മണിക്കൂർ വ്യത്യാസമുണ്ട്. പക്ഷെ ആദ്യം ആശ്രം നിസാമുദ്ദീനിൽ എത്തുന്ന ഈ വണ്ടി തന്നെയാണ്. ചെറിയ എന്താ പറയുക, ഒരു അരമണിക്കൂർ മുന്നേ ഈ വണ്ടി എത്തുന്നത്. കാരണം മറ്റേ വണ്ടി പോകുന്നത് നമ്മുടെ വറങ്കല് ആ വഴിയാണ്, നാഗ്പൂർ വഴിയാണ് കയറിപ്പോകുന്നത്. നമ്മുടെ വണ്ടി റായ്പൂരിൽ നിന്ന് നേരെ ദുർഗ് വഴിയാണ് നാഗ്പൂർ വഴി ആശ്രം നിസാമുദ്ദീൻ പോകുന്നത്. മഹാനദി റായ്പൂരിലേക്ക് നമ്മുടെ ട്രെയിൻ ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചേരിയാണ്, മുഴുവനിത് വേസ്റ്റായി ഈ ഒരു ഭാഗത്ത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു വീടുകളും ഇല്ലത്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ നിന്നും 529 കിലോമീറ്റർ യാത്ര ചെയ്ത് ഛത്തീസ്ഗഡിൻ്റെ ക്യാപിറ്റലായ റായ്പൂരിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ കറക്റ്റ് 7 മണി ഓൺ ടൈം. ഇവിടെയല്ല പ്ലാറ്റ്ഫോം, റായ്പൂർ ജംഗ്ഷൻ. നമ്മുടെ ട്രെയിൻ വന്നത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമാ കിടിലൻ. ആയിരത്തി 387 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു ട്രെയിന് ആശ്രം നിസാമുദ്ദീനിലേക്ക്. നാളെ വൈകുന്നേരം 6 മണിക്ക് എത്തത്തുള്ളൂ. ഇവിടെ വേണ്ട നല്ല തിരക്കിന്. ഇനിയിപ്പോൾ കയറാൻ നല്ല റഷ് ഉണ്ട്. ഇനിയിപ്പം നാഗ്പൂരുണ്ട്. നാഗ്പൂർ എത്തിയ ശേഷം ഈ ട്രെയിന് ലോക്കോ റിവേഴ്സ് ഉണ്ട്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. എന്തൊരു വൃത്തിയാണെന്നറിയും ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്കൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയി അങ്ങ് അവിടം വരെയുണ്ട്. നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. സമയം ഇപ്പോൾ കറക്റ്റ് 7:09. നമ്മളെ അടുത്ത പരിപാടി ഇനിയിപ്പോൾ ഇവിടെ ഈ ഒരു പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കണം. അവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും കയറാം. നല്ലത് ഏതാണെന്ന് നോക്കി അവിടേക്ക് തന്നെ പോവാം. ഞങ്ങൾ ഇവിടുന്ന് കഴിക്കുന്നത് ബട്ടർ റൊട്ടി പനീർ ബട്ടർ മസാലയും കൂടെയാണ്. ഇത് 2 വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇത് കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. റായ്പൂർ സിറ്റിയൊക്കെ ഈ ഒരു ഭാഗത്തേക്കാണ്. ഞങ്ങൾ അവിടുത്തെ ആ ഒരു ഹോട്ടലിന് ഭക്ഷണം കഴിച്ചു. കുഴപ്പമില്ലാത്ത നല്ല ഭക്ഷണം തന്നെയായിരുന്നു. ഇപ്പോൾ ആദ്യം ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ്. റായ്പൂർ എന്ന് എഴുതിയ ഒരു ബോർഡില്ലേ, അതിലത്തെ കളറൊക്കെ മാറി മാറി വരിക. അടിപൊളിയല്ലേ? റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു മുൻഭാഗത്ത് തന്നെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. വിശാഖപട്ടണത്തിൽ തുടങ്ങിയ യാത്ര ഇവിടെ ഛത്തീസ്ഗഡിലെ റായ്പൂർ എത്തിയ സ്ഥിതിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾക്ക് അടുത്തൊരു യാത്രയുള്ളത് ഇവിടുന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സമുദായ എക്സ്പ്രസിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുണ്ടല്ലോ ഈ റൂട്ട് വഴി സ്ലീപ്പറാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയോ ഒന്നും പ്രതീക്ഷിച്ചു, അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ഒന്നും ഉണ്ടായില്ല, നല്ല യാത്രയായിരുന്നു. ആദ്യം വിട്ടുവരുന്ന നമ്മുടെ വിശാഖപട്ടണം വിട്ട സമയത്ത് മാത്രമേ കുറച്ച് ജനറൽ ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറിയിട്ടുള്ളൂ. പിന്നീട് ട്രെയിനിൽ സ്വാഭാവികം നല്ല രീതിയിൽ തന്നെ പോകുന്നു. പിന്നെ റായ്പൂർ എത്തുമ്പോൾ അപ്പോഴും കുറച്ച് ഒരു തിരക്ക് ഒന്നും അല്ലാതെ വേറെ മോശം അനുഭവം ഒന്നും ഉണ്ടായില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യം പാൻട്രി
തീരെ ഒഴിവാക്കിയതാണ്. തീർച്ചയായും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ സ്പീഡാണ് എടുത്തു പറയേണ്ടത്. നല്ല അടിപൊളിയായിട്ട് വണ്ടി പോകുന്നുണ്ട്. അതുമാതിരി നമ്മുടെ മറ്റേതില്ലേ ഭോപ്പാല ആഗ്ര സ്ട്രെച്ചിന് നല്ല പോക്കായിരിക്കും അല്ലേ? അതുപോലെ നല്ല ബ്യൂട്ടിയാണ് കേട്ടോ. നമ്മളെ വന്ന റൂട്ട് ഒന്നും പറയുന്നില്ല, അടിപൊളി റൂട്ട്. അതെ. അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റേ വീഡിയോ മാറ്റി ബൈ.